ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വവീസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. അപ്പോൾ നമുക്ക് മോഡ്യൂൾ 2ലേക്ക് കിടക്കാം. നമ്മുടെ നെക്സ്റ്റ് മോഡ്യൂൾ 2 അതിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യും പ്രിഫറൻസ് ഷെയർസ് എന്താണെന്നുള്ളതും, സെക്കൻഡ് നമ്മൾ കോമൺ സ്റ്റോക്ക് എന്താണെന്നുള്ളതും, പിന്നെ തേർഡ് നമുക്ക് ടൈപ്സ് ഓഫ് ട്രേഡിംഗ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് കോമൺ ഷെയർസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് കോമൺ ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് നമ്മുടെ സാധാ ഷെയറുകൾ നമ്മളിപ്പോൾ ഓരോ ബ്രോക്കറേജ് ഫേംസിലൊക്കെ പോയി എടുക്കുന്ന സാധാ ഇപ്പൊ റിലയൻസിന്റെ ഷെയർ അല്ലെങ്കിൽ ഇൻഫോസിസിന്റെ ഷെയർ ഇതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. നമ്മുടെ ഇപ്പം സെറോദ എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, കൈറ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ധൻ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, ശൂന്യ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ HDFCക്ക് ഉണ്ട്, HDFC സ്കൈ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇങ്ങനത്തെ സംഭവത്തിലാണ് നമുക്ക് ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഇനി കോമൺ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഒരു റിലയൻസിന്റെ ഷെയർ അതൊരു കോമൺ ഷെയർ ആണ്. എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും പബ്ലിക്ലി ലിസ്റ്റഡ് ആയതാണ്. അപ്പൊ ആർക്ക് വേണമെങ്കിലും നമുക്ക് ചെന്ന് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ഒരു ഷെയർ റിലയൻസിന്റെ സപ്പോസ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന കോമൺ ഷെയറിന്റെ റൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാവും. ഫസ്റ്റ് വോട്ടിംഗ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ജനറൽ ബോർഡ് മീറ്റിംഗിലും പിന്നെ അതിന്റെ ഡയറക്ടേഴ്സിനെയൊക്കെ തെരഞ്ഞെടുക്കുന്ന മീറ്റിംഗിലൊക്കെ നമുക്ക് പങ്കെടുക്കാവുന്നതാണ്. അതിൽ നമുക്ക് വോട്ടും കൂടി നമ്മുടെയും കൂടി വോട്ട് നിർബന്ധമാണ് ഇതിൽ. എന്തുകൊണ്ട് നമ്മൾ ആ ഒരു ഷെയറിന്റെ ഓണറാണ്. നമ്മൾ ഒരു ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഷെയറിന്റെ ഓണർഷിപ്പ് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കാര്യങ്ങളിൽ കോർപ്പറേറ്റ് മീറ്റിംഗ്സിലൊക്കെ പങ്കെടുക്കാൻ പറ്റും. അവർ മെയിലായിട്ട് നമുക്ക് അയക്കുന്നതാണ്. നമ്മുടെ മെയിൽ ഐ ഡിയിലേക്ക് നമ്മൾ ബ്രോക്കറേജ് ഫേംസിൽ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐ ഡി ഉണ്ടാവും. അതിൽ നമ്മൾ ഷെയർ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡിയിലേക്ക് നമുക്ക് വരുന്നതാണ്. പിന്നെ തേർഡ് എന്ന് പറയുന്നത് ഗ്രോ ചെയ്യാൻ ചാൻസ് കൂടുതലുള്ളതാണ്. ഇങ്ങനെ ഗ്രോ ചെയ്യാൻ ചാൻസസ് കൂടുതലുള്ളതാണ് ഈ കോമൺ ഷെയർ എന്ന് പറയുന്നത്. ഇപ്പൊ റിലയൻസ് നല്ലപോലെ ഗ്രോ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാവും. റിലയൻസ് ഗ്രോ ചെയ്തില്ല, നമ്മൾ എടുത്തിരിക്കുന്ന ഷെയർ ഏത് പോയിന്റിലാണോ എടുത്തിരിക്കുന്നത് അവിടെ നിന്ന് നമുക്ക് താഴുവാണെങ്കിൽ ലോസ് വരും. സിമ്പിൾ. പിന്നെ നമുക്ക് ഫോർത്ത് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ ഡിവിഡൻസ് കിട്ടും. ഡിവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കമ്പനി നല്ലപോലെയാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഒരു പ്രോഫിറ്റ് വീതം നമുക്ക് തരുന്നതാണ്. ഷെയർ അല്ലാതെ ഷെയറിന്റെ പ്രോഫിറ്റ് ഓൾറെഡി കിട്ടും. നമുക്ക് കമ്പനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഷെയർ നമ്മുടെ മുകളിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ ഒരു ഫോർ എക്സാമ്പിൾ ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനേക്കാളും ട്രിപ്പിൾ അതിനേക്കാളും കൂടുതലായിരിക്കും കിട്ടുന്നത്. പക്ഷെ ലോസിലേക്ക് പോവുകയാണെങ്കിൽ ആ മൊത്തം പൈസ നമ്മൾ ഇട്ട പൈസ മൊത്തം ലോസ് ആവാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും നോക്കി ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. നല്ലപോലെ ഫണ്ടമെന്റൽസും ടെക്നിക്കൽ അനാലിസിസ് ഒക്കെ അറിഞ്ഞിരിക്കണം നമ്മൾ നല്ലപോലെ. അതിനാണ് നമ്മളിത് ഈ ഒരു ക്ലാസ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് ഇപ്പൊ ഡിവിഡൻസിന്റെ കാര്യം പറഞ്ഞു. പ്രോഫിറ്റ് അവര് അതല്ലാതെ തന്നെ നമുക്ക് ഷെയറിൽ കിട്ടുന്ന പ്രോഫിറ്റ് അല്ലാതെ തന്നെ കമ്പനി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു 20% അല്ലെങ്കിൽ ഒരു 10% അങ്ങനെ എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും വീതിച്ചു കൊടുക്കുന്നതാണ്. ഓക്കെ, അപ്പോ ഇതാണ് നമുക്ക് കോമൺ ഷെയർസിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രിഫറൻസ് ഷെയർസ് സംസാരിക്കാം. പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ഒന്നുകൂടി എഴുതിയേക്കാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. പ്രിഫറൻസ് ഷെയർസ് ഇതെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ നമുക്ക് നേരിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സ്റ്റോക്ക് ഇപ്പൊ നമ്മളൊരു ബ്രോക്കറേജ് ഫേംസ് ലൈക്ക് കൈറ്റ് ആണെങ്കിലും സെറോദ ഏത് പ്ലാറ്റ്ഫോം ആണെങ്കിലും തന്നെ ആണെങ്കിലും ഈ ബ്രോക്കറേജ് പ്ലാറ്റ്ഫോംസ് ഒരുപാടുണ്ട്. നമുക്ക് അപ് സ്റ്റോക്സ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ഈ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്ന സംഭവം നമുക്ക് അതിൽ വാങ്ങിക്കാൻ കിട്ടത്തില്ല. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി കമ്പനി ചിലപ്പോൾ ഇവര് പ്രൊമോട്ടേഴ്സ് ആവാം. പ്രൊമോട്ടർ ഹോൾഡിങ്സ് എന്നൊക്കെ നിങ്ങൾ കാണാറുണ്ടാവും. അത് നമ്മൾ ഫണ്ടമെന്റലി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലപോലെ മനസ്സിലാവും. അപ്പൊ ഇവരൊക്കെ പ്രൊമോട്ടേഴ്സ് ആവാം, അല്ലെങ്കിൽ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാവാം ഈ പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. പ്രിഫറൻസ് ഷെയർ നമുക്ക് വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ ഷെയർ ഏതാണോ ബ്രോക്കിംഗ് കമ്പനി അവരോട് നമ്മൾ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കേണ്ടി വരും, അല്ലെങ്കിൽ ആ കമ്പനിയായിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയാണ് ഈ പ്രിഫറൻസ് ഷെയർ നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ പറ്റത്തില്ല. പ്രിഫറൻസ് ഷെയറിന് ഗ്രോത്ത് കുറവായിരിക്കും. പിന്നെ നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയറിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല. അപ്പൊ അവർക്ക് ഒരു വോട്ടിംഗ് റൈറ്റ്സും ഇല്ല. അവർ ആനുവൽ ബോർഡ് ജനറൽ മീറ്റിംഗ്സ് ഒന്നും പങ്കെടുക്കത്തില്ല. ഓക്കെ, പക്ഷെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ചിലപ്പം ഹ്യൂജ് ആയിരിക്കും. നമ്മളെ പോലെ ഒരു ഷെയർ വാങ്ങിക്കുക അങ്ങനെയൊന്നും അല്ല അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെച്ചാൽ അവരുടെ ഭയങ്കര വലിയ കോടികളോ അല്ലെങ്കിൽ ലക്ഷങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. അത്തരം കമ്പനിയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർക്ക് കിട്ടുന്നത് ഈ വോട്ടിംഗ് റൈറ്റ്സ് ഒന്നും ഇല്ല. പക്ഷെ ഡിവിഡൻസ് എന്ന് പറയുന്ന സംഭവം ഇവർക്ക് നമ്മളെക്കാളും മുന്നേ ഇവർക്ക് കിട്ടുന്നതാണ്. ഈ ഡിവിഡൻസ് പ്രോഫിറ്റ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടാതെ ആദ്യം നമ്മുടെ ഒക്കെ അല്ല പ്രയോറിറ്റി, ഇവർക്കാണ് പ്രയോറിറ്റി വരുന്നത് ഈ പ്രിഫറൻസ് ഷെയർസിന്. അതല്ലാതെ പിന്നെ ഇവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. അതല്ലാതെ ഗ്രോത്ത് കുറവായിരിക്കും, എന്നുവെച്ചാൽ സ്റ്റേബിൾ ഗ്രോത്ത് ആയിരിക്കും. പക്ഷേ ഇൻ ഫ്യൂച്ചർ കമ്പനി നിന്ന് പോയിട്ടുണ്ടെങ്കിൽ കമ്പനി ചിലപ്പം
മൊത്തം തീർന്ന് ലിക്വിഡിറ്റി എല്ലാം കൊടുക്കാൻ പോവുകയാണെങ്കിൽ ഇവർക്കായിരിക്കും ഫസ്റ്റ് പ്രയോറിറ്റി വരുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി ഇവർക്കാണ് കിട്ടുന്നത്. ഇപ്പം ഇവർക്കായിരിക്കും ഫസ്റ്റ് ഈ പറഞ്ഞ പോലെ ക്യാഷ് കൊടുക്കുന്നത്. കമ്പനി സ്പ്ലിറ്റ് ആകുമ്പോൾ കമ്പനിക്ക് നല്ല പൈസയൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് വീതിച്ച് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഫസ്റ്റ് കിട്ടും, നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നും വരത്തില്ല. എന്ന് വെച്ചാൽ നമ്മൾ കോമൺ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അങ്ങനെ സ്പ്ലിറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ബുദ്ധിപൂർവ്വം ആദ്യം തന്നെ നമുക്ക് ന്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുക. അപ്പൊ നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ എക്സിറ്റ് ചെയ്യുക, അതാണ് വേണ്ടത്. പക്ഷെ നല്ല ഫണ്ടമെന്റലി സ്റ്റോക്സ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒന്നും സംഭവിക്കത്തില്ല. അവർക്ക് അതിനുള്ള നല്ല ഡെപ്റ്റ് ടു ഇക്വിറ്റി ഒക്കെ ഉണ്ടാവും. ഡെപ്റ്റ് ടു ഇക്വിറ്റി ഒക്കെ നമ്മൾ മുന്നോട്ട് പഠിക്കും എന്താണെന്നുള്ളതും ഫണ്ടമെന്റൽസ് ഫുള്ളി ഞാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കി തരും. അപ്പം സ്റ്റേ ട്യൂൺ. പിന്നെ ഇപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായാൻ തോന്നുന്നു എന്താണ് പ്രിഫറൻസ് ഷെയർസും എന്താണ് കോമൺ ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, പക്ഷെ മറ്റവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട് നമുക്ക് കോമൺ ഷെയർസിന്. പിന്നെ പ്രിഫറൻസ് ഷെയർസിന് എന്താണുള്ളത്, പക്ഷെ ബെനിഫിറ്റ്സ് പ്രിഫറൻസ് ഷെയർസിനാണ് കൂടുതൽ. ഒരു കമ്പനി ഇപ്പം അടച്ചു പൂട്ടി പോവുകയാണെങ്കിൽ പോലും അവർക്കായിരിക്കും ഫസ്റ്റ് പൈസ കിട്ടുന്നത്, നമുക്ക് കിട്ടത്തില്ല. ബിക്കോസ് അവർ അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കമ്പനിക്ക് വേണ്ടിയിട്ടും. പിന്നെ കമ്പനിക്ക് അവർക്ക് സ്റ്റേബിൾ ഗ്രോത്ത് ആയിരിക്കും. അവർക്ക് ഡിവിഡൻസും ഫസ്റ്റ് തന്നെ കിട്ടും, അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഡിവിഡൻസ് അവർക്കായിരിക്കും ഫസ്റ്റ് പോകുന്നത്, കമ്പനിയുടെ പ്രോഫിറ്റ് വീതം അവർക്കായിരിക്കും പോകുന്നത്. പക്ഷെ കോമൺ ഷെയർസ് ആണ് കൂടുതൽ ഗ്രോത്ത് ചെയ്യാനുള്ള ചാൻസസ് കോമൺ ഷെയർസ് തന്നെയാണ്. നമ്മളിട്ട് ഇന്ന് റിലയൻസിൽ ഇപ്പോൾ 10 ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ 10 ഷെയർ ചിലപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നല്ലപോലെ കമ്പനി ഡെവലപ്പ് ചെയ്യുവാണ്, കുറെ എക്സ്പാൻഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫുള്ള് കാര്യങ്ങളൊക്കെ വായിച്ചിരിക്കണം. ഒരു കമ്പനിയെ പറ്റി ഫുള്ള് നമ്മൾ അറിഞ്ഞിരുന്നിട്ടേ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊക്കെ നമുക്ക് മുന്നോട്ട് നമുക്ക് സംസാരിക്കാം. ഇനി നമുക്ക് സംസാരിക്കാൻ പോകുന്ന തേർഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുവാണ്, നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മൾ തേർഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതിൻ്റെ അകത്ത് എന്തൊക്കെ ടൈപ്സ് ഓഫ് ട്രേഡിംഗ് ഉണ്ടെന്നാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഈ കോമൺ സ്റ്റോക്ക് തന്നെ നമ്മൾ എടുക്കുവാണെങ്കിൽ കോമൺ സ്റ്റോക്കിൽ വരുന്നത് നമുക്ക് ഷെയർ റിലയൻസിന്റെ ഷെയർ. ഇപ്പൊ ബ്രോക്കറേജ് ഫേംസിൽ നമ്മൾ പോകുമ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളിപ്പം അവിടെ സെർച്ച് ചെയ്യുവാണെങ്കിൽ റിലയൻസിന്റെ ഷെയർ സെർച്ച് ചെയ്യാം. അവിടെ നമുക്ക് ട്രേഡിംഗ് എന്ന് പറയുന്നത് ഇക്വിറ്റി എന്ന് പറയുന്ന ട്രേഡിംഗ് ഉണ്ട്. ഇക്വിറ്റി എന്ന് പറയുന്ന ഇക്വിറ്റി ഡെലിവറി എന്നും പറയും അതിനെ. ഡെലിവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇപ്പൊ 10 ഷെയർ ഞാൻ ഇന്ന് വാങ്ങിച്ചു, ക്യാഷിലായിരിക്കും നമ്മൾ ഇത് വാങ്ങിക്കുന്നത് മൊത്തം. നമുക്ക് ഒരു കാരണവശാലും നമുക്ക് ഇതിൽ ക്രെഡിറ്റോ ഒന്നും കിട്ടത്തില്ല. ഇത് നമ്മൾ ഫുൾ നമ്മുടെ പൈസക്കായിരിക്കും നമ്മൾ വാങ്ങിക്കുന്നത്. 10,000 രൂപയ്ക്ക് വാങ്ങിക്കുവാണെങ്കിലും 10 ഷെയർ വാങ്ങിക്കാനാണെങ്കിൽ ഇപ്പൊ 10 ഷെയറിന്റെ വില നമുക്ക് പറയുവാണെങ്കിൽ 500 രൂപയാണ് ഒരു ഷെയറിന്റെ വില. അപ്പോൾ ഒരു ഷെയറിന്റെ വില എന്ന് പറയുമ്പോൾ 500 രൂപയാണ്. 5,000 രൂപയ്ക്ക് ഞാൻ ഫുൾ എമൗണ്ട് അടച്ചിട്ട് വേണം ഞാൻ വാങ്ങിക്കാൻ. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ ആയിരിക്കും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇക്വിറ്റി ഡെലിവറി എന്ന് പറയുന്നത്. ഇത് നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം T+1 ഡേ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. പണ്ടൊക്കെ ഇത് T+2 ആയിരുന്നു. ഈ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഷെയർ സെല് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. നമുക്ക് T+1 എന്ന് വെച്ചാൽ മൺഡേ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഓൾഡ് ടൈംസിൽ നമ്മൾ മൺഡേ ഒരു ഷെയർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേയിലേ വിൽക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. T+2 അതിനാണ് T+2 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇപ്പോഴത്തെ റൂൾ അനുസരിച്ച് സെബിയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ റൂൾ അനുസരിച്ച് ഇപ്പം RBIക്ക് ബാങ്ക്സിനെ കാക്കുന്ന പോലെയാണ് RBI നമ്മുടെ സെബിയാണ് നമ്മളെ കാക്കുന്നത്. അത് ഞാൻ പ്രീവിയസ് വീഡിയോസ് ഒക്കെ സംസാരിച്ചിരുന്നു ഫസ്റ്റ് മോഡ്യൂളിൽ. അപ്പോൾ ഇതിൽ നമുക്ക് T+1 ഡേ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു ഷെയർ മൺഡേ എടുക്കുവാണെന്ന് വിചാരിക്കുക. ഈ ഷെയർ റിലയൻസിന്റെ ഷെയർ തന്നെ, റിലയൻസിന്റെ ഷെയർ ഞാൻ മൺഡേ എടുത്തു. ഇനി ഇതെനിക്ക് ട്യൂസ്ഡേ കഴിഞ്ഞ് വെനസ്ഡേ എനിക്കിത് വിൽക്കാൻ പറ്റും. ഇത് BTST ചെയ്യാവുന്നതാണ്, ബൈ ടുഡേ സെൽ ടുമോറോയും ചെയ്യാം. പക്ഷെ ഇത് നമ്മുടെ എന്താ വെച്ചാൽ ഡിമാറ്റ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടാവാൻ പാടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ നമുക്ക് ട്രേഡിംഗും ഡിമാറ്റ് അക്കൗണ്ടുമാണ് നമ്മൾ തുടങ്ങുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ബ്രോക്കറേജ് ഫേംസിനാണ് തുടങ്ങുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ മനസ്സിലാക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ HDFC സ്കൈ അല്ലെ, അല്ലെങ്കിൽ നമുക്ക് എടുക്കാൻ വേണമെങ്കിൽ കൈറ്റ്, സെറോദ, എല്ലാവർക്കും അറിയാവുന്ന പ്ലാറ്റ്ഫോം. ഈ കൈറ്റ് സെറോദയിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ കൈറ്റ് അതിനെ സെറോദ എന്നാണ് പറയുന്നത് ആ പ്ലാറ്റ്ഫോമിന്. അവിടെ നമ്മളിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ഷെയർ എടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പം മൺഡേ നമ്മളൊരു ഷെയർ എടുത്തു അല്ലെ. ഇവിടെ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങുന്നു. ഈ അക്കൗണ്ട് തുടങ്ങുമ്പോൾ എന്താണ്, കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളും പാനും കാർഡും അതെല്ലാം നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ അക്കൗണ്ട് തുടങ്ങുന്നത്. നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം അവർക്ക് അറിയണം, നമ്മൾ ഫൈനാൻഷ്യലി എന്ത് ചെയ്യുന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ITR വരെ ഫയൽ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. നമുക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ടോ അതിന്റെ നമുക്ക് ചെയ്യേണ്ടി വരും. ഷോർട്ട് ടേം ടാക്സും ഇപ്പം ലോങ് ടേം ടാക്സ് ഒക്കെ നമ്മളോട് എടുക്കുന്നുണ്ട് ഗവൺമെന്റ്.
അപ്പോൾ ഇതിൽ ഞാൻ മനസ്സിലാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ കയ്യിലൊരു പ്ലാറ്റ്ഫോം തുടങ്ങി, ഇതിലകത്ത് ട്രേഡിംഗ് അക്കൗണ്ടാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത്. ട്രേഡിംഗ് പ്ലസ് ഡിമാറ്റ് ആണ് വരുന്നത്. ഈ ഡിമാറ്റ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലോക്കർ പോലത്തെ സംഭവമാണ്. ഈ ഷെയറിനെ നമ്മൾ വെനസ്ഡേ വിൽക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ മൺഡേ വാങ്ങിക്കുന്ന ഷെയർ ഈ ട്യൂസ്ഡേ വരുമ്പോഴത്തേക്ക്, ട്യൂസ്ഡേ ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ അതിന് മുന്നേ ഇത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ചെല്ലും. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക്. ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് CDSL എന്ന് പറയുന്നതുകൊണ്ട് NSD എല്ലാം ഉണ്ട്. അപ്പൊ ഈ രണ്ട് ഫോം ഇതാണ് വരുന്നത് നമുക്ക്. ഓക്കെ, CDSL സെൻട്രൽ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്നാണ്, ലിമിറ്റഡ് എന്നാണ് അതിന്റെ അർത്ഥം. ഇത് നാഷണൽ സെക്യൂരിറ്റി, അങ്ങനെ ഡിപ്പോസിറ്ററി പാർട്ടിസിപ്പന്റ് എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് ഈ ഒരു ഇവരാണ് നമ്മളെ കാക്കുന്നതെന്ന് പറയാൻ വേണമെങ്കിൽ. നമ്മുടെ ഈ ഷെയർ ഇപ്പൊ ഞാൻ പറയാം, ബ്രോക്കറേജ് ഫേമിൽ നമ്മുടെ ഷെയർ കിടന്നു, നമ്മുടെ ഇക്വിറ്റി ഷെയർ കിടപ്പുണ്ട്. നമ്മൾ ചിലപ്പോൾ കുറെ നാളെ ആക്റ്റീവ് ഉണ്ടാവില്ല, പക്ഷെ ആ ഷെയർ നമുക്ക് പ്രോഫിറ്റ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് വിൽക്കണ്ടേ. അപ്പൊ നമ്മുടെ ഇത് ഡോർമെന്റ് ആയി പോവല്ലോ കുറച്ച് നാളത്തേക്ക്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പോയി കിടക്കും. അപ്പൊ ഈ ഡിമാറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മുടെ സെൻട്രൽ ഡിപ്പോസിറ്ററി സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ് നമ്മുടെ ഇത് ചെയ്യുന്നത്. നാഷണൽ സെക്യൂരിറ്റീസ് ഡിപ്പോസിറ്ററി ലിമിറ്റഡ് എന്ന് പറയുന്ന പാർട്ടിസിപ്പൻസ് ആണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഗവൺമെന്റിന്റെ ഫേംസ് ആണ് പോലെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ചെന്നിരിക്കും. അപ്പോൾ ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിന്നീട് നമുക്ക് സെല്ല് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ CDSL തന്നെ കയറി, CDSL എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിന്നും കാര്യങ്ങളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നമുക്ക് കയറിയിട്ട് അവിടെ തന്നെ സെല്ല് ചെയ്യാവുന്നതാണ് നമുക്ക്. ഇൻ കേസ് ബ്രോക്കറേജ് ഫേംസ് പൂട്ടി പോയാൽ പോലും നമുക്ക് ഒരു കുഴപ്പവും പറ്റത്തില്ല. അതാണ് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളോട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇത് ബ്രോക്കറാണ്, ഇതൊരു ഗവൺമെന്റ് പാർട്ടിസിപ്പന്റ് ആണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ വേണമെങ്കിൽ. ഗവൺമെന്റ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ മൺഡേ സ്റ്റോക്ക് എടുത്തു. ഈ നമ്മൾ ഇക്വിറ്റി ഡെലിവറിയുടെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പൊ മൺഡേ നമ്മൾ സ്റ്റോക്ക് എടുക്കുവാണെങ്കിൽ ട്യൂസ്ഡേ നമ്മൾ ഹോൾഡ് ചെയ്യും, ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പോകും. വെനസ്ഡേ നമുക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ബൈ ചെയ്തു, ഇവിടെ നമ്മൾ സെല്ല് ചെയ്തു. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ ബൈ ചെയ്തു, ഇവിടെ സെല്ല് ചെയ്തു. ഈ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പോകാൻ ഇപ്പൊ BTST എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അത് നമുക്ക് ഞാൻ പറയാം, അത് നെക്സ്റ്റ് സെക്കൻഡ് ആണത് BTST എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം. BTST ഇതിൽ നമുക്ക് ഈ വെനസ്ഡേ സെല്ല് ചെയ്യണമെന്നൊന്നും ഇല്ല കേട്ടോ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഇത് ലോങ് ടേം വെക്കാം, 1 ഇയർ വെക്കാം, വേണമെങ്കിൽ 2 ഇയർ വെക്കാം, ഡിമാറ്റ് അക്കൗണ്ടിൽ 3 ഇയർ വെക്കാം. എത്ര നാൾ പോകുന്നു ആ ഷെയർ ഡെവലപ്പ് ആവുന്നോ നമുക്ക് അത്രയും പൈസ കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഒരു എല്ലാ മാസവും കുറച്ചായിട്ട് കുറച്ച് ഷെയർസ് ഒക്കെ വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്, അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പം ഒരു 4 സ്റ്റോക്ക് പോലും നല്ലപോലെ പോയില്ലെങ്കിൽ 6 സ്റ്റോക്ക് ചിലപ്പോൾ ഭയങ്കര ബൂമിങ് ആയിരിക്കും. നമ്മൾ ഇട്ടതിനേക്കാളും ഡബിൾ, ട്രിപ്പിൾ അല്ലെങ്കിൽ 4 അതിനേക്കാളും കൂടുതൽ റിട്ടേൺസും കിട്ടാം. മറ്റേത് ലോസ് ആയാലും കുഴപ്പമില്ല, നമുക്ക് 4 ലോസ് ആയാലും 6 നല്ല സൂപ്പറായിട്ട് ഓടുന്ന സ്റ്റോക്കുകളായിരിക്കും. അങ്ങനത്തെ സ്റ്റോക്കെ നമ്മൾ ചൂസ് ചെയ്യാവുള്ളൂ. അതാണ് നമ്മൾ മനസ്സിലാക്കുന്ന ഫണ്ടമെന്റൽസും കാര്യങ്ങളും വരുമെന്നുള്ളത്. അത് നിങ്ങളെ നല്ല വൃത്തിക്ക് തന്നെ ഞാൻ മനസ്സിലാക്കി തരുന്നതാണ്. അപ്പൊ ഇത് മനസ്സിലാക്കുക. നിങ്ങളിപ്പോ 1 ഇയർ 2 ഇയർ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഷോർട്ട് ടേമിലാണ് നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇങ്ങനെ സെല്ല് ചെയ്യാം, അല്ലെങ്കിൽ 1 വീക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെല്ല് ചെയ്യാം, 2 വീക്സ് കഴിഞ്ഞിട്ട് സെല്ല് ചെയ്യാം, അങ്ങനെ നമുക്ക് സെല്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ബയേഴ്സും സെല്ലേഴ്സും വേണം കേട്ടോ ആ സ്റ്റോക്കിൽ. അത് അങ്ങനെ സെല്ല് ചെയ്യാൻ പറ്റുള്ളൂ. സെല്ലേഴ്സ് ഇല്ലെങ്കിൽ ആരും എടുക്കത്തില്ലല്ലോ. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളോട് എപ്പോഴും ഞാൻ പറയുന്നത് ഫണ്ടമെന്റൽസും ടെക്നിക്കൽസും നോക്കിയിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. അപ്പോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി BTST സെയിം തന്നെ. BTST എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് BTST എന്ന് പറയുന്നത് ബൈസ് ടുഡേ ആൻഡ് സെൽ ടുമോറോ. പക്ഷെ ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ട്രേഡ് ചെയ്യാറില്ല. ബിക്കോസ് നാളെ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പൊ നമ്മളൊരു സ്റ്റോക്ക് എടുത്തിട്ട് നമ്മളൊരു ഫണ്ടമെന്റൽ ഇല്ലാത്തൊരു സ്റ്റോക്ക് ഞാൻ എടുത്തിടാറില്ല. എപ്പോഴും ടെക്നിക്കൽസ് ഒക്കെ നോക്കിയിട്ടേ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളൂ. പിന്നെ നമുക്കിപ്പം ഞാൻ പറയുന്ന പോലെ ബൈ നമ്മൾ ഇന്ന് ചെയ്തു, ഏതെങ്കിലും ഒരു പൊട്ട സ്റ്റോക്ക് നമ്മൾ ബൈ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ഞാൻ സെല്ല് ചെയ്യുവാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് ലോസ് വന്നു കഴിഞ്ഞാൽ എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇത് ബൈ ടുഡേ സെൽ ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഈ നമ്മൾ പറയുന്ന പോലെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് കയറരുത്. അത് ഡിമാറ്റ് അക്കൗണ്ടിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് T+1 ഡേ കഴിഞ്ഞിട്ട് വെക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇന്ന് ഞാനൊരു സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് രാവിലെ തന്നെ ഇത് സെൽ ഓഫ് ചെയ്യാവുന്നതാണ് പെട്ടെന്ന് തന്നെ. ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് പോകത്തുമില്ല. അപ്പൊ തന്നെ നമുക്ക് ബൈ ടുഡേ സെൽ ടുമോറോ എന്ന് പറഞ്ഞു വരും. അതിൽ കുറച്ച് ചാർജസ് ഇച്ചിരി ഉണ്ട്. ആ ഒരു ചാർജസ് ഒക്കെ നമുക്ക് വരുന്നതാണ്. ഇപ്പൊ ചില ബ്രോക്കറേജ് ഫേംസിൽ ഇപ്പൊ ഈ പറയുന്ന ഇക്വിറ്റി ഡെലിവറി ചാർജ് എന്ന് പറയുന്നത് 0 ആണ്. സെറോദയിൽ 0 ആണ്. സെറോദ കൈറ്റിൽ 0 ആണ് ഇതിന്റെ ചാർജസ്. അത് നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ നല്ല ബ്രോക്കറേജ് പ്ലാറ്റ്ഫോംസിന്റെ അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നമ്മൾ 3rd മോഡ്യൂളിൽ അതും കൂടി ഡിസ്കസ് ചെയ്യും. അതിന്റെ പ്രാക്ടിക്കൽസും ചെറുതായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോറി.
അപ്പോൾ തേർഡ് എന്ന് പറയുന്നത് BTST നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ തേർഡ് എന്ന് പറയുന്നത് ഇൻട്രാഡേ എന്ന് പറയുന്ന സംഭവം ഉണ്ട് നമ്മൾ സ്റ്റോക്സിൽ തന്നെ. സെക്കൻഡ് BTST നമ്മൾ പഠിച്ചു. തേർഡ് എന്ന് പറയുന്നത് ഇൻട്രാഡേ. ഇൻട്രാഡേ എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. ഇന്ന് എടുക്കുന്നു, ഇന്ന് തന്നെ വിൽക്കുന്നു. ഇന്നൊരു സ്റ്റോക്ക് എടുത്തു, സപ്പോസ് റിലയൻസ് അല്ല വിപ്രോന്റെ ഞാൻ സ്റ്റോക്ക് എടുത്തു, ഇന്ന് നല്ല മൂവിങ് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത് നമുക്ക് അതിലും അനാലിസിസ് ഉണ്ട്, നമുക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അതും നമുക്ക് ഞാൻ ഭാവിയിൽ നിങ്ങളെ പഠിപ്പിച്ചു തരുന്നതാണ് മുന്നോട്ട്. ഇതൊരു എന്താ പറയുക, ചെറിയൊരു ടോപ്പിക് അല്ല സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്റ്റോക്ക് മാർക്കറ്റ് വലിയൊരു വൈഡ് ടോപ്പിക്കാണ്. പക്ഷെ എത്രയും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അത്ര ഒരു സിമ്പിൾ വേയിലാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിചാരം. അപ്പം നിങ്ങൾ കമൻറ്റും കൂടി ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിലും കൂടി പറയാം. അപ്പോൾ ഈ വിപ്രോയുടെ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ വിപ്രോയുടെ സ്റ്റോക്ക് എടുത്തു, ഒരു 100 ക്വാണ്ടിറ്റി എടുത്തു, അങ്ങനെ എടുക്കാം. അത് അല്ലെങ്കിൽ ഞാനിപ്പം ഒരു ഷെയർ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. 1 ഷെയർ എടുത്തു നമ്മൾ. എന്നിട്ട് ഇന്നിപ്പം വിപ്രോന്റെ ഷെയറിന്റെ രൂപ ചിലപ്പോൾ ഒരു 200 രൂപയായിരിക്കാം. ഒരു എക്സാമ്പിൾ ആട്ടോ പറയുന്നത്. അത്രയും അതിനേക്കാളും മേളിൽ രൂപയുണ്ട് വിപ്രോയുടെ ഷെയറിന്. പിന്നെ ഞാനിപ്പം ഒരു ഷെയറിന് ഒരു 100 രൂപയാണെന്ന് വിചാരിക്കാം. നമുക്ക് 100 ആയിട്ട് എക്സാമ്പിൾ എടുക്കാം. ഇനി ഇപ്പം ഞാൻ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുവാണ് ഇത് കുറച്ചൊരു 150 160 രൂപ വരെയൊക്കെ പോവുകയാണെങ്കിൽ എനിക്കത് അന്ന് തന്നെ സെല് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 9:15 മാർക്കറ്റ് തുടങ്ങുമ്പോൾ 9:20 അല്ലെങ്കിൽ 9:30, കൂടുതലും 9:15 കഴിയുമ്പോഴത്തേക്ക് 9:20 ആകുമ്പോൾ എടുക്കേണ്ടതാണ് സ്റ്റോക്ക്. 9:20 അല്ലെങ്കിൽ മാക്സിമം പോയാൽ 9:30 കഴിയുമ്പോഴത്തേക്ക്. അപ്പൊ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് 3:15 ആകുമ്പോൾ തന്നെ നമ്മൾ സെൽ ഓഫ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബ്രോക്കർ തന്നെ ഇത് സെല് ചെയ്ത് കളയും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലെങ്കിൽ അവർ തന്നെ നമ്മുടെ ഇത് സെൽ ഓഫ് ചെയ്ത് കളയും. അതിൽ ചാർജസ് ഉണ്ട്, 50 rupees എക്സ്ട്രാ എടുക്കും ഒരു ചാർജസ്. ഓൾറെഡി ബ്രോക്കറേജ് എടുക്കുന്നുണ്ട് നമുക്ക്. ബ്രോക്കറേജിന്റെ ഒക്കെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് മുന്നോട്ട്. ഇതിൽ ബ്രോക്കറേജസ് ടാക്സസ് എല്ലാം വരും. അപ്പൊ നമുക്ക് ഈ 60 കിട്ടിയാൽ പോലും ചിലപ്പോൾ നമ്മുടെ കയ്യിൽ ഈ 60 rupees പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അതിൽ ബ്രോക്കറേജ് ഒക്കെ കട്ടായി ചിലപ്പോൾ ഒരു 30 രൂപ അല്ലെങ്കിൽ 20 രൂപ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അപ്പൊ ഇതാണ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇൻട്രാഡേ. ഇൻട്രാഡേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മാർജിൻ ബെനിഫിറ്റ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മാർജിൻ ബെനിഫിറ്റ്. ഇപ്പൊ ജെറോദ എന്നൊക്കെ പറഞ്ഞ പ്ലാറ്റ്ഫോം ആണെങ്കിൽ അതിൽ 5x മാർജിൻ നമുക്ക് കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എന്റെ കയ്യിൽ ഒരു 1000 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് 5000 രൂപയുടെ ട്രേഡ് ചെയ്യാം. ഇൻറ്റു 5 1000 രൂപയുള്ള എന്റെ കയ്യിൽ, പക്ഷെ 5000 രൂപ ട്രേഡ് ചെയ്യാം. പക്ഷെ അത് പോയാൽ ഈ 1000 രൂപയെ നമ്മുടെ പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ലോസ് വരുവാണെങ്കിൽ ആ 1000 രൂപ വരെ ലോസ് വരുവാണെങ്കിൽ അത് ഇപ്പൊ തന്നെ ചിലപ്പോൾ അവർ തന്നെ നമ്മുടെ അടിച്ചു കളയും. എന്ന് വെച്ചാൽ അവരുടെ പൈസയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനൊക്കെ ഓരോ കണക്കുണ്ട്. അപ്പൊ എക്സ്ട്രാ ചാർജ് വരുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ നോക്കി വേണം നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇൻട്രാഡേ എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഉണ്ട്. ഇനി ധൻ എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ട്. അതിൽ നമുക്ക് മാർജിനൽ ട്രേഡും ഫണ്ടിങ് ഒക്കെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാർജിൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഇക്വിറ്റി ഡെലിവറിയും മാർജിൻ ഉപയോഗിച്ച് അവിടെ ചെയ്യാവുന്നതാണ്. പക്ഷെ അതിനവര് എന്തോ ഒരു ചാർജസ് നമുക്ക് എടുക്കുന്നുണ്ട്. ആ ചാർജസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. ഈ ഡെലിവറി എന്ന് പറയുന്നത് അവിടെ ചെയ്യാവുന്നതാണ്. അതിൽ മാർജിൻ കിട്ടുന്നത് നമുക്ക് കൂടുതൽ. പക്ഷെ മാർജിൻ കിട്ടുന്ന കാര്യമൊന്നുമില്ല. ശരിക്കും നമ്മൾ നമ്മുടെ ക്യാഷ് കൊണ്ട് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ. എപ്പോഴും പ്രോഫിറ്റിന് അതാണ് നല്ലത്. അതൊക്കെ എക്സ്പീരിയൻസ്ഡ് ആൾക്കാരാണ് കൂടുതലും. നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഈ MTF എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ചെയ്യേണ്ടതല്ല. അത് നമുക്ക് മുന്നോട്ട് നമുക്കത് മനസ്സിലാക്കാം എന്താണെന്നുള്ളതൊക്കെ. ഞാൻ അത് വിശദമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കാര്യങ്ങൾ. MTF അതല്ലാതെ ഈ ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് വരുന്നത്. ഇനി ഓപ്ഷൻസ് എന്ന് പറയുന്ന ട്രേഡിംഗും ഉണ്ട്. ആ ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പോകുന്നേ ഉള്ളൂ. ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത് പറയുന്നില്ല. അത് നമുക്ക് മുന്നോട്ട് ഓപ്ഷൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പം നിഫ്റ്റി 50 അങ്ങനത്തെ ഇതാണ് വരുന്നത്. നമുക്ക് ഓപ്ഷൻസ് പലതരമുണ്ട്. ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വോളറ്റൈൽ മാർക്കറ്റാണ്. അതിൽ നമ്മൾ സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് ബൈ ചെയ്യുന്നത് സെല്ലും ചെയ്യാവുന്നതാണ് അതിൽ. അപ്പോൾ അത് ഭയങ്കര റിസ്കി ട്രേഡാണ്. അത് നമുക്ക് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നീട് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓപ്ഷൻ ട്രേഡിങ്. അപ്പൊ അത് ലാസ്റ്റ് ആയിരിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ഫണ്ടമെന്റൽസും കവർ ചെയ്തിട്ട്. ഇപ്പൊ നമുക്ക് ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്താൽ മതി. കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട. ഇക്വിറ്റി ട്രേഡിങ്, ഡെലിവറി ഫോക്കസ് ചെയ്യുക. ഡെലിവറി ട്രേഡിംഗ് ആണ് എപ്പോഴും ബെസ്റ്റ് ട്രേഡിംഗ്. നമുക്ക് പ്രോഫിറ്റ് കൂടുതലും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഡെലിവറി ട്രേഡിംഗ് തന്നെയാണ്. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇൻട്രാഡേ കളിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇൻട്രാഡേ ചെയ്യാം, MTF ചെയ്യാം, ഓപ്ഷൻസും ചെയ്യാൻ പറ്റും. ഇതിൽ ഞാൻ ഇൻട്രാഡേയിൽ ഒരു ഫീച്ചറും കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് സെല്ലും കൂടി ചെയ്യാൻ പറ്റും. ഫസ്റ്റ് സെല് ചെയ്ത് ഇപ്പൊ മാർക്കറ്റ് താഴേക്ക് ഇറങ്ങുവാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു സാധനം സെല് ചെയ്യും. ഈ റിലയൻസിന്റെ ഇപ്പൊ ഞാൻ പറഞ്ഞ വിപ്രോന്റെ ഷെയർ നമ്മൾ അവിടെ വെച്ച് തന്നെ സെല് ചെയ്തു. മനസ്സിലായോ? 100 രൂപ 99 രൂപയില്
അല്ലെങ്കിൽ 100 രൂപ വരുമ്പോൾ ഞാൻ സെല്ല് ചെയ്യും. ഇനി ഈ ഷെയർ നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേളിലേക്ക് പോവുകയാണെങ്കിൽ, നമുക്ക് താഴത്തേക്ക് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. മേളിലേക്ക് പോവുകയാണെങ്കിൽ ലോസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ സെല്ല് ചെയ്യുന്നതിന്റെ അതാണ് ഫീച്ചർ വരുന്നത്. ഇവിടെ നമ്മൾ ഇത് സെല്ല് ചെയ്ത് 100 രൂപയ്ക്ക്, ഇനി ഇത് താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു 88 ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ബൈ ചെയ്യും. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു 90 റൗണ്ട് ഓഫ് ചെയ്യാം. അപ്പൊ നമുക്ക് എത്ര പ്രോഫിറ്റ് കിട്ടി? 10 രൂപയുടെ പ്രോഫിറ്റ് കിട്ടി. ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ. നമുക്ക് കൂടുതൽ വാങ്ങിക്കാൻ നമ്മൾ പൈസ ഉള്ള പോലെ മാർജിൻ കിട്ടും നമുക്കതിൽ. പക്ഷെ അതും ഇത് തന്നെ ഈ പറഞ്ഞ പോലെ 9:15 തുടങ്ങി കഴിഞ്ഞാൽ നമുക്കിത് സെൽ ഓഫ് ചെയ്യണം. 3:15 മുന്നേ തന്നെ നമ്മളിത് സെൽ ഓഫ് ചെയ്യണം. അതാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത് ഫീച്ചർ. ഇതിൽ നമുക്ക് ബൈ ചെയ്യാം, ബൈ പിന്നെ സെല് ചെയ്യാം. ഒരു സ്റ്റോക്കിന് മാർജിൻ ബെനിഫിറ്റ് കിട്ടും. നമുക്ക് 5x മാർജിൻ ഉണ്ട്, സെറോദയിലൊക്കെ ആണെങ്കിൽ മിക്ക പ്ലാറ്റ്ഫോംസിലും ഉണ്ട്. അതല്ലാതെ തന്നെ ഇനി നമുക്ക് സെല്ല് ഫസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ആ സ്റ്റോക്കിന്, എന്നിട്ട് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഈ ഫീച്ചർ നമുക്ക് ഡെലിവറിയിൽ ഇല്ല. ഡെലിവറിയിൽ ഓൺലി നമ്മൾ പറയുന്ന പോലെ സ്റ്റോക്ക് മേളിലേക്ക് മൂവ് ആവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. ഓക്കെ, ബൈ ചെയ്യുവാണ് നമ്മൾ. സെല് ചെയ്യുന്നത് നമ്മൾ പ്രോഫിറ്റ് എടുത്തിട്ടായിരിക്കും സെല് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഇത് നേരെ തിരിച്ച് ചെയ്യുവാണ്. ഇൻട്രാഡേയിൽ സെല് ചെയ്യുന്നു, അത് കഴിഞ്ഞ് ബൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഒരു താഴത്തേക്ക് മാർക്കറ്റ് ഇറങ്ങുവാണെങ്കിലും നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പൊ അതിൽ പ്രാക്ടിക്കലായിട്ട് നമുക്ക് നെക്സ്റ്റ് മോഡ്യൂളിൽ കാണാം. അപ്പൊ അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ. ആൻഡ് ഇതെല്ലാം നല്ലപോലെ കാണുക, പഠിക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ബൈ.